പ്രിയരെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാം നെട്ടോട്ടമോടുകയല്ലേ? എന്തെല്ലാമോ നേടുവാനും സമ്പാദിച്ചു കൂട്ടുവാനുമുള്ള വ്യഗ്രതയോടെ നിർത്താതെയുള്ള ഓട്ടം. ഈ ഓട്ടത്തിനിടയിൽ നാം നമ്മെ തന്നെ മറക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ മറക്കുന്നു. കുടുംബ ബന്ധങ്ങൾ മറക്കുന്നു. സുഹൃത്തുക്കളെ മറക്കുന്നു. എന്തിന്? നാം മനുഷ്യരാണ് എന്നുള്ള സത്യം പോലും മറക്കുന്നു. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം അല്ലേ? നാളത്തേക്ക് സമ്പാദിച്ചു കൂട്ടുക. ആരെ തോൽപ്പിച്ചിട്ടായാലും ശരി, ഏത് മാർഗത്തിലൂടെ ആയാലും ശരി, സമ്പാദിക്കുക. അത്യാഗ്രഹവും സ്വാർത്ഥതയും അതുമാത്രമാണ് നമ്മളിലെ ഓരോരുത്തരുടെയും മനുഷ്യത്വത്തെ തീരെ ഇല്ലാതാക്കിയ സ്വഭാവ സവിശേഷതകൾ. ധാരാളം നേടുവാനും സമ്പാദിക്കുവാനുമുള്ള ഈ പരക്കം പാച്ചിലിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം അതിനും വേണ്ടേ അല്പസമയം ചിലവഴിക്കൽ. ആ സമയം കൂടി എനിക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്ന് മാത്രമായിരിക്കുമല്ലോ നാം ഓരോരുത്തരുടെയും ചിന്ത. ഇതിനിടയ്ക്ക് പലരെയും നമ്മൾ മറക്കും. പലരും നമുക്ക് ചെയ്ത സഹായങ്ങൾ മറക്കും. നല്ല മനസ്സുകളെ മറക്കും. നമ്മളെ സ്നേഹിക്കുന്ന പലരും നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതിനു കാരണം നമ്മൾ തന്നെ. നമ്മളാണ് അവരെ അകറ്റിയത്. നമുക്ക് മുഖ്യം നമ്മുടെ സുഖം മാത്രം. അതുതന്നെ പ്രധാനം. എൻ്റെ സുഖം, എൻ്റെ കുടുംബത്തിൻ്റെ സുഖം, ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ല. എന്തിന്? അച്ഛനമ്മമാരെ പോലും വേണ്ട, കൂടെ പിറപ്പുകളെ വേണ്ട, ഗുരുനാഥന്മാരെ വേണ്ട. ഈ കണക്കുകൂട്ടലുകളും സമ്പാദിച്ചു കൂട്ടലുകളും വെറുതെയായി എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം വരുമ്പോഴേക്കും ആ സത്യം തിരിച്ചറിയാനായി നാം ഒരു പക്ഷേ ജീവിച്ചിരിക്കുക തന്നെ ഉണ്ടാവില്ല. സുഹൃത്തുക്കളെ, ചെറിയ ജീവിതമാണ്. കാപട്യവും ധൂർത്തും അഹങ്കാരവും അത്യാഗ്രഹവും എന്തിനു നമുക്ക്? എപ്പോൾ വേണമെങ്കിലും താഴെ കൊഴിഞ്ഞു വീഴാവുന്ന പുഷ്പദളങ്ങൾ മാത്രമാണ് നാം. മഴവെള്ളത്തിൽ രൂപപ്പെടുന്ന നീർക്കുമിളകളുടെ ആയുസ് പോലും നമുക്കില്ല. ഈ ആമ്പാറ്റകളെപ്പോലെ പറന്നു നടക്കുമ്പോൾ നാം ഓർക്കണം, എപ്പോൾ വേണമെങ്കിലും ചിറകൊടിഞ്ഞ് താഴെ വീണ് മരണപ്പെടാമെന്ന്. ഈശ്വരനെ മറക്കാതിരിക്കുക. നമുക്ക് കിട്ടിയതിന് നന്ദി പറയുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. സഹജീവികളെ സ്നേഹിക്കുക, സഹായിക്കുക. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ തുടർന്നും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നാരായണ നാരായണ.